نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും 3ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ്. അതായത് നമ്മുടെ ഇംഗ്ലീഷിന്റെ ബുക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്, എന്തൊക്കെ ചാപ്റ്ററുകളാണ് വരുന്നത്, ചാപ്റ്ററിൽ എന്താണുള്ളത്. നിങ്ങൾക്ക് അറിയാം, ഇംഗ്ലീഷിന്റെ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിലുള്ള ചാപ്റ്ററിലുള്ള പോലെ ഒന്നും ചോദിക്കൂല, കുറച്ചൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട്. പക്ഷെ ചിലപ്പോൾ ചാപ്റ്ററിലുള്ള ചില സാധനങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത്, ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പാർട്സ് എന്താണെന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ആ ഒരു യൂണിറ്റ്സ്, ആ ഒരു ചാപ്റ്റർ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സെറ്റാണോ? ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴത്തൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കണം, ഒരു ലൈക്ക് ബട്ടൺ അതും ഞെക്കണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം. പിന്നെ ഇതിന്റെ PDF, എല്ലാ സബ്ജക്റ്റിന്റെയും PDF, ഇമ്പോർട്ടന്റ് പാർട്സ്, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ട് താഴത്തോടെ ഇങ്ങനെ സാധനം പോകുന്നുണ്ട്. അതിലൊരു സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, റെഡി? അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ നമ്മൾ പോവാണ് ഒന്നാമത്തെ യൂണിറ്റ്, ബ്ലൂംസ് ആൻഡ് ബ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ യൂണിറ്റ് ആണ്. അവിടെ ഈ അധ്യായം പ്രകൃതിയെയും അതിലെ അത്ഭുതങ്ങളെയും കുറിച്ചുള്ളതാണ്. പ്രധാനമായും ദൊറോത്തി എന്ന പെൺകുട്ടിയുടെയും അവരുടെ വളർത്തുനായയായ ടോട്ടോയുടെയും കഥയാണിത്. ഒരു വലിയ കൊടുങ്കാറ്റ് അവരുടെ വീടിനെ ആകാശത്തേക്ക് ഉയർത്തുകയും വളരെ ദൂരെയുള്ള ഓസ് എന്ന മനോഹരമായ നാട്ടിൽ എത്തിക്കുകയും ചെയ്യുന്നു. അവിടെ അവൾ കാണുന്ന പുതിയ കാഴ്ചകളും പ്രകൃതിയുമാണ് ഈ പാഠഭാഗം വിവരിക്കുന്നത്. നമുക്കറിയാം, ദൊറോത്തി എന്ന് പറയുന്ന ഒരാൾ, അല്ലെ, ദൊറോത്തി എന്ന് പറയുന്ന പെൺകുട്ടി, ഒരാൾ എന്ന് പറയേണ്ട പെൺകുട്ടി, അവിടെ നായയായ ടോട്ടോ, ഒരു കൊടുങ്കാറ്റ് വരുന്നു, ഓസ് എന്ന സ്ഥലത്തിലേക്ക് പോകുന്നു, വീടൊക്കെ ഉയർത്തിയിട്ട് അവർ ഓസ് എന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ മനോഹരമായിട്ടുള്ള നാട്ടിലെത്തിക്കുകയും അവിടെ കാണുന്ന കാഴ്ചകളും പ്രകൃതിയും ഒക്കെയാണ് പിന്നെ ഈ ഒരു പാഠത്തെ കൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടന്റ് പാർട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ലാൻഡ് ഓഫ് വിങ്സ്, കാറ്റുകളുടെ നാട്, അല്ലെ. ക്യാരക്ടർ ദൊറോത്തി, അങ്കിൾ ഹേർണി ആൻഡ് എം ആൻഡ് ടോട്ടോ, അല്ലെ, അതൊരു പെറ്റ് ഡോഗാണ്. എന്തൊക്കെയാ? സ്മോൾ വുഡൻ ഹൗസ് ഇൻ ദ മിഡിൽ ഓഫ് ദ മെഡോ. സ്മോൾ വുഡൻ ഹൗസ് മിഡിൽ ഓഫ് ദ മെഡോയിലാണ്. വെൻ ദ സ്റ്റോംസ് കംസ് ദേ ഹൈഡ് ഇൻ എ സെല്ലാർ, ഒരു ഭൂഗർഭ അറയിൽ പോകുന്നു, അല്ലെ. വീടിനെ കൊടുങ്കാറ്റ് വായിൽ ഉയർത്തുന്നു, ടോട്ടോ കട്ടിലിനടിയിൽ ഒളിക്കുന്നു, വീടൊരു വലിയ പന്ത് പോലെ ആകാശത്തേക്ക് ഇറങ്ങുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു പാഠത്തിലൂടെ പറയുന്നത്. ഇപ്പൊ ഇത് സാറ് പറയുമ്പോൾ ഈ പാഠം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ? അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരെയും കാര്യങ്ങളും അവരുടെ പേരുകളും ഒക്കെ ഇവിടെ സാറ് കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ പോകുന്നു ഇൻ ദ ലാൻഡ് ഓഫ് ഓസ് എന്ന നാട്ടിൽ. ദൊറോത്തി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് മനോഹരമായിട്ടുള്ള ഒരു നാടാണ്, അല്ലെ. അവിടെ ബ്രൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ട്, റെയർ ബേർഡ്സ് ഉണ്ട്, ഗ്രീൻ ഗ്രാസ് ഉണ്ട് ആൻഡ് ക്ലിയർ വാട്ടർ ഉണ്ട്. പൂക്കള്, പക്ഷികള്, പച്ചപ്പുല്ല് നിറഞ്ഞ സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇവിടെ എന്താ? ബ്രൈറ്റ് ഫ്ലവേഴ്സ്, റെയർ ബേർഡ്സ്, ഗ്രീൻ ഗ്രാസ്, ക്ലിയർ വാട്ടർ. ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, ആ നാടിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഈ വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം? ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ കോൺവെർസേഷൻ ഉണ്ടാവാം, നിങ്ങൾക്കറിയാം, പിന്നെ ആഡ് മോർ ലൈൻസ് വരാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാം. ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതൊക്കെ പോയിട്ട് കണ്ടിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക. നേരെ നമ്മൾ പോകുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. യൂണിറ്റ് 5 ആണ് ഹോണസ്റ്റി പേ, സത്യസന്ധതയ്ക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ്, അല്ലെ. സത്യസന്ധത എന്താ? ഈ അധ്യായം ഒരു പാവപ്പെട്ട കർഷകന്റെ സത്യസന്ധതയെ കുറിച്ചുള്ള കഥയാണ്. കർഷകൻ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിച്ച സ്വർണ്ണ നാണയം കൊട്ടാരത്തിന്റെ മതിലിനുള്ളിൽ എന്ത് ചെയ്യാണ്? വെക്കുക, അല്ലെ. ആ കാലങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ ഒരു കല്ലാശാരി ആ നാണയം കണ്ടെത്തുകയും അത് അയാൾ എടുക്കാണ്ട് രാജാവിനെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ കർഷകന്റെ സത്യസന്ധത തിരിച്ചറിയുകയും രാജാവ് അദ്ദേഹത്തിന് ഒരു പ്രതിഫലം കൊടുക്കുകയും ചെയ്യുന്നു, ഇല്ലേ? യെസ് ഗൈസ്, നോക്കാം നമുക്ക്. ദ ഫാമർ അയാൾ കഠിനാധ്വാനിയാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, സത്യസന്ധനാണ്, ഹോണസ്റ്റ് ആണ്. കഠിനാധ്വാനി, അല്ലേ. ദ ഫാമർ എന്തൊക്കെയായിരുന്നു? ഹോണസ്റ്റി ആയിരുന്നു, അതേപോലെ തന്നെ ഹാർഡ് വർക്കിംഗ് പേഴ്സണും ആയിരുന്നു, അല്ലേ. ലക്ഷ്യം എന്താ? ഭാവിയിലേക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കണം. സമ്പാദ്യം വർഷങ്ങളോളം കഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു സ്വർണ്ണ നാണയം വാങ്ങി എന്നുള്ളതാണ്, അല്ലെ. എ സേഫ് പ്ലേസ്, സുരക്ഷിതമായ സ്ഥലം. കർഷകൻ തന്റെ നാണയം കൊട്ടാരത്തിലെ മതിലിൽ ഒരു ലൂസ് ബ്രിക്കിലായിരുന്നു വെച്ചത്, അല്ലെ. നീ ഇവിടെ സുരക്ഷിതമായിരിക്കൂ എന്ന് അദ്ദേഹം ആ നാണയത്തോട് മന്ത്രിക്കുന്നുണ്ട്, അല്ലെ. ഒന്നുമില്ല, ചെറിയ കുറച്ച് പാഠത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അതിൽ കർഷകന്റെ സംഭവം, കർഷകൻ ഹോണസ്റ്റി ആയിരുന്നു, അതേപോലെ തന്നെ ഹാർഡ് വർക്കിംഗും ആയിരുന്നു, അല്ലെ. അപ്പോൾ ആ കല്ലാശാരിയാണോ? കാലങ്ങൾക്ക് ശേഷം കൊട്ടാരത്തിന്റെ മതിൽ പുതുക്കി പണിയുമ്പോൾ കല്ലാശാരിക്ക് എന്ത് ചെയ്യുന്നു? ഈ നാണയം കിട്ടുന്നുണ്ട്. അദ്ദേഹം അത് സ്വന്തമാക്കാണ്ട്, അദ്ദേഹം സ്വന്തം പോക്കറ്റിലേക്ക് ആ നാണയം ഇടാണ്ട് രാജാവിനെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. രാജാവ് അത് കണ്ടിട്ട്, ഓ എന്റെ കല്ലാശാരിയേ, ഭയങ്കര ഉഷാറായിക്ക്, സത്യസന്ധത അയക്കുന്ന രാജാവിലെ.
ഇതൊക്കെ ഈ ആക്ടിവിറ്റീസ് അല്ലേ. ക്രിയേറ്റീവ് റൈറ്റിംഗ് ആണ്. കഥ സ്വന്തം വാക്കുകളിൽ വിവരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. അതേപോലെ തന്നെ വേർഡ് വെബാണ്. സത്യസന്ധതയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കണ്ടെത്താൻ വേണ്ടി കഴിയണം. പിന്നെയോ നിങ്ങളുടെ പ്രദേശത്തെ വിവിധ ജോലികളെ കുറിച്ച് ഒരു ഓഡിയോ ഡയറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ നമുക്കറിയാം. വിവിധ ജോലികൾ എന്തൊക്കെ ജോലികളാണെന്നൊക്കെ നമുക്കറിയാം. ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം അല്ലേ. പിന്നെ സത്യസന്ധതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണം അല്ലേ. പിന്നെ കഥ സ്വന്തം വാക്യങ്ങൾ, അതായത് കഥ നമുക്ക് സ്വന്തം വാക്യങ്ങളിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റണം. കുറച്ച് ഇടക്കിടക്ക് കുടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ തൊണ്ടക്ക് പ്രശ്നം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് എന്തായാലും ഇതിൽ അറിഞ്ഞിരിക്കണം. യെസ് ഗൈസ്, നെക്സ്റ്റ് ഇതോടെ നോക്കൂ. ഇമ്പോർട്ടൻറ്റ് വാർഡ്സ് ആണ്. അതായത് കഠിനാധ്വാനി, ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ സത്യസന്ധൻ, ലൂസ് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇളകി നിൽക്കുന്ന ഇഷ്ടിക, പാം എന്ന് പറഞ്ഞാൽ ഉള്ളങ്കൈ, ടിപ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ശബ്ദമുണ്ടാക്കാതെ കാൽവിരലിൽ നടന്നു, വിസ്പേർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രിച്ചു, മേസൺ എന്ന് പറഞ്ഞാൽ കല്ലാശാലി. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മുടെ ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസിൽ കുറച്ച് ചോദ്യങ്ങൾ പറയുന്നുണ്ട് ഇല്ലേ. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചോദ്യ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. ഈ പാഠത്തിൽ 2 പാഠത്തിൽ എന്താണ് പറയുന്നത്, ആ പാഠത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നുള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അടുത്തുള്ളൊരു വീഡിയോ വിടാറ്. അതുവരേക്കും ബൈ ബൈ.